എന്നൂര് അവസാന ഭാഗം. മാഷേ, അങ്ങനെ മാഷിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ കെൽപ്പുള്ള ഒരുത്തനും ഇല്ലയെന്നറിയാം. പക്ഷേ എന്നാലും ഈ സോഷ്യൽ മീഡിയ കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിപ്ലവം തലയിൽ കയറ്റിയ കുറച്ച് ചെക്കന്മാരുണ്ട്. എടോ, അതിനാണ് ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഉറക്കെ വിളിച്ചു പറയുന്നവൻ്റെ അണ്ണാക്കിൽ തന്നെ കൊടുക്കാൻ ഒരു UPA ഒക്കെ ചുമത്തി രാജ്യദ്രോഹമാക്കി അവിടെയൊക്കെ ഇടണോളൂ. താൻ കണ്ടില്ലേ, ഇവിടെ വർഗീയ പ്രസംഗം നടത്തിയവരും മഹാത്മാഗാന്ധിയുടെ കോലം കത്തിച്ചവരും പിന്നെ നാഥുറാം ഗോഡ്സെ എന്ന ഭ്രാന്തനെ ആരാധിക്കുന്നവരും ഇവിടെ ഒന്നുമില്ലാതെ പുറത്തിറങ്ങി നടക്കും. പക്ഷെ തലയിൽ തൊപ്പി വെച്ച് താടി നീട്ടി വളർത്തിയ ഒരു പുള്ളിയുണ്ടല്ലോ, എന്താ അങ്ങേരുടെ പേര്? സമധാനിയോ? അത് തന്നെ. വിചാരണയില്ലാതെ എത്ര കൊല്ലമാണോ അയാൾ? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വിപ്ലവകാരികളൊക്കെ എവിടെടോ? കോണയിൽ ഏതെങ്കിലുമൊക്കെ ഡാഷൻ മക്കൾ കയറിയാൽ പിന്നെ അവർ പുറം ലോകം കാണരുത് ഭീമ. ആയിക്കോട്ടെ മാഷേ. മാഷ് ഗ്ലാസ്സിൽ ഊറ്റിയ മദ്യം വലിച്ചു കുടിച്ച് ചുണ്ടും നാവും ഒന്ന് നുണഞ്ഞ് സിനിമാ നടൻ സായികുമാറിനെ പോലെയാണ് ബാലൻ മാഷ്. ആ മടപ്പും പാവവും എല്ലാം അങ്ങനെയാണ്. അധ്യായം 22. തണുത്ത കയ്യിൽ കുഞ്ഞിനെ ചെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ പൊക്കൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മഴ നനയാതിരിക്കാൻ അവൻ മരച്ചുവട്ടിൽ കാത്തുവെച്ചു. എന്നാലും അവിടെയും ഇവിടെയുമുള്ള അനുസരണയില്ലാത്ത മഴത്തുള്ളികൾ കുഞ്ഞിൻ്റെ മുഖത്തും കവിളത്തും പതിക്കുമ്പോൾ അവൻ ഇക്കിളിയോടെ നോക്കി. കമല തീർത്തും അവശയായിരുന്നു. എങ്കിലും അവൾ അത് പൊക്കനെ കാണിച്ചിരുന്നില്ല. അവൻ അവളുടെ തല അവൻ്റെ മടിയിലേക്ക് വെച്ചു. മുടി ഇഴകളിലൂടെ അവൻ്റെ വിരലുകൾ അലഞ്ഞു നടന്നു. അവളുടെ കവിളിലും ചെവിയിലും പിറകിലുമൊക്കെ ഗതി കിട്ടാത്തവനെ പോലെ അവൻ്റെ വിരലുകൾ അലയുകയായിരുന്നു. പൊക്ക, എന്താ പെണ്ണേ? നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലെത്തണം. നമ്മുടെ കാളിയുടെയും മലദൈവങ്ങളുടെയും മുന്നിൽ ഇവളെ കിടത്തണം. ഇവൾ അവരുടെ മകളല്ലേ? പോകാം പെണ്ണേ. നീ കുറച്ചു സമയം വിശ്രമിക്കണം പെണ്ണേ. ഞാൻ നമുക്കുള്ള എന്തെങ്കിലും കൊണ്ടുവരാം. അല്പസമയത്തിനുള്ളിൽ പൊക്കൻ തിരിച്ചു വന്നു. വലിയ ഒരു തേനിൻ്റെ അട ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. അത് അവളുടെ വായിലേക്ക് പിഴിഞ്ഞു കൊടുക്കുമ്പോൾ കുറുമ്പിപ്പെണ്ണ് പതിയെ കണ്ണു തുറന്നു നോക്കി. വിരലിലൂടെ ഒലിച്ചിറങ്ങിയ തേൻതുള്ളി കുഞ്ഞിനാവിൽ മധുരവർഷം നടത്തിയിട്ടുണ്ടാവണം. പൊക്കൻ കരിയിലകളും മറ്റും കൂട്ടിയിട്ട് കല്ലുകളിലൊരുതി തീ പിടിപ്പിച്ചു തുടങ്ങി. പുഴയിൽ നിന്നും പിടിച്ച മീനിനെ അവർ ചുട്ടുതിന്നു. കുഞ്ഞിന് ആവശ്യമായ പാലില്ലാത്തത് കൊണ്ടാവാം കുഞ്ഞി ചിലപ്പോഴൊക്കെ നന്നായി കരഞ്ഞുകൊണ്ടിരുന്നു. എന്തു ചെയ്യും എന്നറിയാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു പൊക്കനും കമലയും. പൊക്കൻ കിളിർത്തു പൊന്തുന്ന മുളക്കാമ്പുകൾ ഒടിച്ചവൾക്ക് തിന്നാൻ കൊടുത്തു. അമ്മയുടെ ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടാവാം കുഞ്ഞിന് പാൽ കിട്ടാത്തത് എന്ന ചിന്ത പൊക്കനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കണ്ണുകൾ അടച്ച് മലദൈവങ്ങളോട് പ്രാർത്ഥിച്ച് നദിയിലെ വെള്ളം കുഞ്ഞിൻ്റെ വായിൽ നനച്ചു കൊടുക്കുമ്പോൾ പൊക്കൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കരഞ്ഞു തളർന്ന കുഞ്ഞ് ഉറങ്ങിപ്പോയിട്ടുണ്ട്. കമലയെ തന്നോട് ചേർത്ത് പിടിക്കാൻ പൊക്കന് മടിയുണ്ടായിരുന്നില്ല. പെണ്ണെ, നമ്മൾ ഊരിലെത്തും. അതുവരെ താൻ പിടിച്ചു നിർത്തണം മോളെ. കമല അവനെ കെട്ടിപ്പിടിച്ച് ഒരു കരച്ചിലായിരുന്നു. പൊക്ക, നമ്മുടെ കുഞ്ഞ്. പൊക്കൻ പിടിച്ചു നിർത്തിയ സങ്കടങ്ങൾ കെട്ടഴിഞ്ഞു വീണ പോലെ. അവൻ അവളുടെ കണ്ണിലും കവിളിലും ചുണ്ടിലും ചെവിയിലുമൊക്കെ നിറയെ ഉമ്മ വെച്ചു. ഞാനുണ്ട് പെണ്ണെ, നമ്മുടെ കുഞ്ഞിന് ഒന്നും പറ്റില്ല. നമ്മൾ നാട്ടിലെത്തും. കുഞ്ഞിനെ മടിയിൽ വെച്ച് പൊക്കനവും കമലവും ചേർന്നിരുന്നു. അധ്യായം 23. ബാണാസുര മലയുടെ മുകളിൽ നിന്നും നവിയുടെ ബൈനോക്കുലറിലാണ് ആ കാഴ്ച അവർ ആദ്യം കണ്ടത്. ആദിമ മനുഷ്യരെ പോലെ 2 പേര്, ഒരാണും ഒരു പെണ്ണും. സൂക്ഷിച്ചു നോക്കിയതിൽ നിന്നും അത് അവർ തന്നെയാണെന്ന് മനസ്സിലായി. അശ്വതി ബൈനോക്കുലർ വാങ്ങി ഒന്നുകൂടി നോക്കി കൺഫേം ആക്കി. സർ, അത് അവർ തന്നെയല്ലേ? അച്ചു അവരുടെ ഡ്രസ്സുകളൊന്നുമില്ലാതെ ഇനി വേറെ ഏതെങ്കിലും ആളുകൾ അവരുടെ അടുത്തെത്തിയാൽ നല്ലതായിരുന്നു. ടീമിൻ്റെ അരികിൽ എല്ലാവർക്കും ഉത്സാഹം. എത്രയും പെട്ടെന്ന് അവർക്കരികിൽ എത്താനുള്ള ആവേശം. ആരും അമിതാവേശം കാണിക്കണ്ട. അവർ എങ്ങനെയാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ കൂടി ശ്രദ്ധിക്കണം. നവിയുടെ ശബ്ദം കർശനമായി ഉയർന്നു. എല്ലാവരും താഴ്വാരയിലൂടെ താഴേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. 4 സൈഡിൽ നിന്നായി അവർ നിൽക്കുന്ന സ്ഥലം വളയുന്ന രീതിയിലാണ് മുന്നേറ്റം. അശ്വതി തൻ്റെ ബാഗിൽ നിന്ന് ഒരു ജോഡി വസ്ത്രമെടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു. ഒടുവിലിതാ പൊക്കനെയും കമലയെയും കണ്ടുമുട്ടുന്നു. 4 സൈഡിൽ നിന്നും തോക്കുമായി അവർക്ക് മുന്നിൽ നവിയും കൂട്ടരും ചാടി വീണു. ആരിസിന്റെ തോക്ക് ഗർജിച്ചു. പേടിച്ചു വിരണ്ട പൊക്കൻ അലറി നിലവിളിച്ചു. എംബ്ര, എങ്ങൾ പാവങ്ങളാണ് എംബ്ര, ഞങ്ങളെ കിടാവ്. അശ്വതി പെട്ടെന്ന് കമലയ്ക്ക് വസ്ത്രം കൊടുത്ത് അവളെ മറച്ചു പിടിച്ചു. നവി ബാഗ് തുറന്ന് പൊക്കന് വസ്ത്രങ്ങൾ കൊടുത്തു. തന്നെയൊക്കെ കാത്ത് അവിടെ തൂക്കിക്കൊല്ലാൻ കാത്തു നിൽക്കുന്നുണ്ട്. നീയൊക്കെ കൂടി ഒരു മന്ത്രിയെ കൊല്ലും അല്ലേടാ? വിപിൻ അലറി വിളിച്ചു. എംബ്ര, ഞങ്ങൾ ആരെയും കൊല്ലാൻ നോക്കില്ല.
ഞങ്ങളെ കിടാവ് എന്നെ കൊന്നോളൂ, ഇവളെയും കുട്ടിയും വെറുതെ വിടണം എംബ്രാ. അവൻ നവിയുടെ കാലിൽ വീണു കരഞ്ഞു. അശ്വതി കമലയുടെ കയ്യിൽ നിന്നും ചോരക്കുഞ്ഞിനെ കോരിയെടുത്തു. വന്ന ജോലിയും കാര്യവും എല്ലാം മറന്ന പോലെ അവൾ ആ കുഞ്ഞിനെ ഉമ്മ വെച്ച് ലാളിച്ചു കൊണ്ടിരുന്നു. നവി പൊക്കനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് എന്നോട് സഹകരിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കും. എന്താണ് അമ്പ്ര ഞാൻ ചെയ്യേണ്ടത്? സത്യം പറയണം. നിങ്ങൾ എന്തിനാണ് മന്ത്രിയെ കൊല്ലാൻ നോക്കിയത്? ഞങ്ങൾ കൊല്ലാൻ നോക്കിയതല്ല. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവൾ. ബാലൻ മാഷാണ് ഞങ്ങളെ കൊണ്ടുപോയത്. എന്തിനായിരുന്നു കൊണ്ടുപോയത്? ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയത്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാനൊരു ബംഗ്ലാവിൽ താമസിച്ചു. ഇവിടെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇവൾ ഓടി രക്ഷപ്പെട്ടു. ഞാൻ ഇവളെ കാണാതെ തപ്പിയിറങ്ങി പകുതി വഴിക്ക് വെച്ച് കിട്ടി. ആരാണ് കമലത്തിന് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? മന്ത്രിയാണ് സാർ. ഇവൾ മാത്രമല്ല സാർ, ഇവളെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. പോയവരാരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. ബിബിയ, എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? എല്ലാവരും ധർമ്മസങ്കടത്തിലായി. സർ, വിശക്കുന്നുണ്ട് നന്നായിട്ട്. നല്ല ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി, ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഇവൾ പ്രസവിച്ച് 2 ദിവസമായിട്ടുള്ളൂ. നടക്കാനാവാതെ, എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും കഴിയാതെ. സർ, അത് പറയുമ്പോൾ വിതിമ്പിപ്പോയിരുന്നു പൊക്കൻ. ബാഗുകളിൽ നിന്നും ബിസ്ക്കറ്റും ഭക്ഷണ സാധനങ്ങളും കമലയ്ക്ക് കൊടുത്തു ഗാരിയും കൂട്ടരും. അശ്വതി കുഞ്ഞിനെ നവിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നവിയേട്ടാ, നമ്മളെ നവി കുഞ്ഞിനെ ഒന്ന് നോക്കി. പെട്ടെന്ന് നവിയേട്ട എന്ന് വിളിച്ച ഒരു ഞെട്ടലിൽ ബാക്കിയുള്ള സഹപ്രവർത്തകർ അശ്വതിയെ നോക്കി. പക്ഷേ അവൾ വേറെ ഏതോ ഒരു ലോകത്താണ്. പൊക്ക, എന്താണ് കുഞ്ഞിൻ്റെ പേര്? നവി ചോദിച്ചു. പേരിട്ടില്ല സാർ. നവിയും അശ്വതിയും പരസ്പരം നോക്കി. ഇവളെ അശ്വിനി എന്ന് വിളിക്കുമോ? നവിയുടെ ചോദ്യം കേട്ട് പൊക്കന് സന്തോഷമായി. സാർ, നമുക്കൊരു ലൈവ് പോയാൽ എന്താണ്? ബാക്കിയുള്ള ചാൻസൊക്കെ വിളിച്ചു പറയും. ഊരിൽ നിൽക്കാൻ വേണ്ടി പറയാം. ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തുമല്ലോ. അശ്വതി, അതൊരു നല്ല ഐഡിയ തന്നെയാണ്. അധ്യായം 24. ഒരു ഞെട്ടലോട് കൂടിയാണ് ആ വാർത്ത ബാലൻ മാഷ് കേട്ടത്. ഉടനെ തന്നെ TV തുറന്നു. എല്ലാ ചാനലിലും നവിയും പൊക്കനും കമലയും ചേർന്നുള്ള ലൈവ് പോകുന്ന ദൃശ്യങ്ങളാണ്. ബാലൻ മാഷ് ചതിച്ചതാണ് എന്ന വെളിപ്പെടുത്തലാണ്. അയാൾ ഭ്രാന്ത് കൊണ്ട് അലറി വിളിച്ചു. എടീ, അകത്തുനിന്നും ഭയന്നു വിറച്ച ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. എൻ്റെ പാസ്പോർട്ട്, പിന്നെ 3-4 ജോഡി ഡ്രസ്സ് എടുത്തു വെക്ക്, വേഗം വേണം. കയ്യിലെ ഫോൺ എടുത്ത് നമ്പർ അമർത്തി ചെവിയോട് അടുപ്പിച്ചു. അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പുറത്തു നിന്നും ഭീമന്റെ ശബ്ദം. എന്താണ് മാഷേ? എടോ, എങ്ങോട്ടെങ്കിലും പോയി തുലയി. അവനും അവളും പോലീസിന്റെ കയ്യിലായി. അവർ അറസ്റ്റിന് പകരം നേരെ ലൈവാണ് പോയത്. അതിലവർക്ക് വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല മാഷേ. ഞാൻ അപ്പുറത്തു നിന്നും ഫോൺ കട്ട് ചെയ്ത് മാഷ് പോയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഭീമൻ. സംസ്ഥാനത്തെ അവസ്ഥ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാർ വാഹനങ്ങൾ തല്ലിത്തകർത്തുകൊണ്ട് പ്രതിപക്ഷം പൊക്കൻ കമല കേസ് ആഘോഷിച്ചു. മുഖ്യമന്ത്രിയുടെയും ആദിവാസി വകുപ്പ് മന്ത്രിയുടെയും കോലം കത്തിച്ചു. സംസ്ഥാന നഗരിയിലേക്കുള്ള മാർച്ച് അക്രമാസക്തമായി. എന്തു ചെയ്യണമെന്നറിയാതെ വകുപ്പ് തല ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് പൊക്കനും കമലയും ഊരിലെത്തും എന്ന ലൈവ് കൂടി വന്നപ്പോൾ അടിമ കോളനിയിൽ ചാനൽ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആദിവാസികളുടെ ക്ഷേമങ്ങളെക്കുറിച്ച് അവർ വാദോരാതെ സംസാരിച്ചു. കോളനിക്ക് പുറത്ത് ഒരു ബറ്റാലിയൻ പോലീസ് കാവൽ നിന്നിരുന്നു. കുറച്ചുപേര് ചാനലുകൾക്ക് മുന്നിൽ വാചാലരായി. പോലീസ് കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു. പ്രതിപക്ഷം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോളനിയിലെത്തി. പൊക്കനും കമലയും കോളനിയിലേക്ക് എത്തി. കൂടെ നവിയും ടീമും ഉണ്ടായിരുന്നു. ചാനലുകൾക്ക് പ്രതികരിക്കാതെ നവി ഒഴിഞ്ഞുമാറി. പ്രസവത്തിന് ശേഷമുള്ള നടത്തമാവണം ബ്ലീഡിങ് തുടങ്ങിയിരുന്നു കമലയ്ക്ക്. അവളെയും കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസ് കുതിച്ചു പാഞ്ഞു. പൊക്കനോട് ചാനലുകാർ ചോദിച്ച ചോദ്യത്തിന് എല്ലാം അവർ മറുപടി കൊടുത്തു. വിവാദങ്ങളും പ്രശ്നങ്ങളും സംസ്ഥാനത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. എയർപോർട്ടിൽ വെച്ച് ബാലൻ മാഷിനെയും ബംഗ്ലാവിൽ വെച്ച് ഭീമനെയും കുട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷ സമ്മർദ്ദത്തിൽ മന്ത്രിസഭ രാജിവെക്കുകയാണ്. തുടർന്ന് പാസാക്കിയ അവിശ്വാസ പ്രമേയത്തിൽ മന്ത്രിസഭ തകിടം മറിഞ്ഞു. പോലീസിന്റെ തലപ്പത്തും വലിയ അഴിച്ചുപണി തന്നെ. കമലയും പൊക്കനും മോളും ഒക്കെയായി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. ഊരിന്റെ മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും 3 പെൺകുട്ടികൾ ഇറങ്ങി. സൗമ്യ, പാറ്റ, കുഞ്ചി. എല്ലാവരും അവരെ പോയി കെട്ടിപ്പിടിച്ചു. ഊരിൽ നിന്നും പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഊരിലെ പെൺകുട്ടികൾ. ആവശ്യങ്ങൾ കഴിഞ്ഞ് ബോംബെ നഗരത്തിൽ കച്ചവടം ചെയ്ത പെൺകുട്ടികൾ. ബാലൻ മാഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയ വസ്തുത വെച്ച് കണ്ടുപിടിച്ചതാണ് അവരെ. പ്രിയപ്പെട്ടവരെ കണ്ട് അവർ പൊട്ടിക്കരയുകയായിരുന്നു. എല്ലാവരും അവരുടേതായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. നവി ഇന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ്. നവിയുടെ തോളോട് ചേർന്ന് അച്ചു ഇരുന്നു. നവിയേട്ടാ,
ഇനി എന്നാണ് നമ്മളുടെ പെണ്ണെ? ചിലർക്കൊക്കെ ജീവിതത്തിൽ വാക്കു കൊടുത്തു പോയില്ലേ? കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാനും നീയും ഇങ്ങനെ കാണും, ഹൃദയങ്ങൾ പങ്കുവെക്കും, വികാരങ്ങൾ പങ്കിട്ടെടുക്കും, നീയും ഞാനും നമ്മളാവും. അതെ നവിയേട്ടാ, കാത്തിരിക്കുകയായിരുന്നു ഞാനും, എന്നോ വരാനിരിക്കുന്ന നല്ല ദിവസങ്ങളെ കാത്ത്. ചില രാത്രികളുണ്ടച്ചു, വളരെ മനോഹരമായ രാത്രികൾ, നിന്നെ ഓർക്കുന്ന രാത്രികൾ. ഒരിക്കലും ഒന്നിക്കാത്ത രണ്ടുപേരെ കണ്ടുമുട്ടിക്കുകയും സ്നേഹിക്കുകയും എന്നിട്ട് അവരെ വേർതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സൈക്കോ ആണല്ലേ ദൈവം. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് നവിയേട്ടാ. ചിലത് അങ്ങനെയാണല്ലോ അച്ചു, ഒരിക്കലും ഒന്നാകില്ല എന്നറിഞ്ഞിട്ടും ഉപേക്ഷിച്ചു പോകാൻ കഴിയാത്ത ചിലത്. ഏട്ടാ, ഒരുപക്ഷെ ഒരുമിച്ച് പോയാൽ മനോഹരമാവുന്നത് മാത്രമാവും കാലം വേർപെടുത്തിയിട്ടുണ്ടാവുക. രാഗി എന്നോട് ഇടയ്ക്ക് ചോദിക്കും, ഏട്ടന് പ്രണയമുണ്ടോയെന്ന്. എന്നിട്ട് ഞാനെന്ത് പറയാനാണ്? ഹൃദയത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു പേര് ഞാൻ എൻ്റേത് മാത്രമായി കൊത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് പ്രണയമെന്നാണെങ്കിൽ എനിക്കും ഒരു പ്രണയമില്ലേ അച്ചു? എനിക്ക് നിന്റെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരുന്ന് കൊതി തീർന്നിട്ടില്ല. എൻ്റെ ചുണ്ടുകൾ എന്തിനോ വേണ്ടി ഒരു വീർപ്പ് കൂട്ടൽ പോലെയാണ്. അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു, ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് ചൂട് പകർന്നു. നവിയെ തള്ളിമാറ്റി നിറഞ്ഞ കണ്ണുകളോടെ തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നു നീങ്ങി. ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയവർക്കും ഒത്തിരി സ്നേഹം, നന്ദി. ഇതുവഴി വരുന്നവർക്ക് ഒത്തിരി സന്തോഷം, സ്നേഹം. അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളുമൊക്കെ രേഖപ്പെടുത്തണം. തുടർന്നും ബാക്കിയുള്ള നോവലുകൾക്കും ഓഡിയോ സ്റ്റോറീസിനുമായി നമ്മുടെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.